മീഡിയക്കാർ നെഗറ്റീവ്ലി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലീസുകാർ പലതിൽ നിന്നും പിൻവാങ്ങും. പലപ്പോഴും മീഡിയക്കാർ കൈയടിക്കുന്നതും പോലീസുകാർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും, സംശയമൊന്നുമില്ല. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന്റെ സമയത്താണ് അത്തരം ഡയറക്ഷൻസ് കിട്ടിക്കാണും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്കിലും വേണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട്, പ്രതിരോധമായിട്ട്, പുഷ് ബാക്ക് ആയിട്ട് നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ വീണ്ടും അവരുടെ കാര്യം, ഇനി ഞാൻ പോലീസായിട്ടിരുന്നാലും അത് ചെയ്യരുതെന്നുള്ളതാണ്. മേളിൽ നിന്ന് ഉത്തരവ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ചെയ്യും. ദിലീപിന്റെ കേസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി എയുടെ കാലമല്ലേ? ഈ എയുടെ കാലത്ത് എന്ത് രീതിയിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങിയ അവസാനം ഉണ്ടാവും. അതുകൊണ്ട് മീഡിയക്കാരോടുള്ള താഴ്മയായ റിക്വസ്റ്റ്, ഞങ്ങളാൽ കഴിയുന്ന, ഇപ്പം നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് സീനിയറാണ് ഇവർ, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരിതെല്ലാം ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടല്ല, ഈ നാട്ടിൽ നീതിയും സത്യവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും 16 ദിവസം രാഹുൽ ഈശ്വറും ഒക്കെ ഒരു കാര്യമില്ലാതെ കിടക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിക്കണമെന്നുണ്ട്, പ്രോസിക്യൂട്ടർ കോടതിയിൽ കയറി പച്ചക്കള്ളം പറയാണ്, എനിക്ക് പോലീസ് റിപ്പോർട്ട് തന്നില്ല എന്നൊക്കെ പച്ചക്കള്ളം പറയുകയാണ്. പോലീസുകാർക്ക് പോലും ദേഷ്യം വന്നു. എന്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവർ രാവിലെ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നെ ഇവിടെ വിടുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുകയാണ്. എന്നാ 4 ദിവസം കൂടെ കിടക്കട്ടെ, അതായത് വേറത്തെ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാലേ കോടതിയിൽ എങ്ങനെ കള്ളം പറയും പോലീസുകാരും പ്രോസിക്യൂട്ടറും എന്ന് അറിയാനുള്ള പക്വത ഉണ്ടായില്ല. അതാണ് സത്യം. എനിക്ക് അത്രയും അറിയാനുള്ള പക്വതയും വിവരവും അനുഭവജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോൾ അത്ഭുതമാണ്. കോടതിയിൽ നമ്മൾ അങ്ങനെ കള്ളം പറയുമോ? സത്യം 2 ഭാഗവും പറഞ്ഞിട്ട് ആ സത്യത്തിനെ ബേസ് ചെയ്തൊരു വാദം ഉന്നയിക്കും. ഇതാണ് ഞാൻ ധരിച്ചിരുന്നത്. ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. അവിടെയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ അടക്കമുള്ള സാറടക്കം ഇവരെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാർജർ കോസിന് വേണ്ടിയാണ്. അതിനെ പിന്തുണയ്ക്കണമെന്ന് മാധ്യമങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്, അത് ശ്രദ്ധിക്കണം. വരുമ്പോഴെങ്കിലും ഈ എല്ലാരെയും അതും ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എല്ലാരെയും അതിജീവിതയെന്ന് വിളിക്കരുതേ. നാളെ ശരിക്കുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എല്ലാരെയും, അതായത് ഈ കൊടുക്കുന്ന എല്ലാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചാൽ ശരിക്കുമുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? നാളെ ആ പദത്തിനൊരു സാങ്ക്ടിറ്റി, പവിത്രതയുണ്ട്. കാര്യം നെഗറ്റീവ് എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടായി അതിനെ മറികടന്ന വ്യക്തിയാണല്ലോ അതിജീവിത എന്ന് വിളിക്കുന്നത്. ആ പദത്തിന്റെ മൂല്യം ഇല്ലാതാക്കുക. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ 1ാമത്തെ പരാതിക്കാരി 3ാമത്തെ പരാതിക്കാരി 2 പേരും വിവാഹിതരാണ്. ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം അതിലടക്കം കാര്യമായി ബാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ ആദ്യ പരാതിക്കാരിയും 3ാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് പോലും നിലനിൽക്കില്ല. പരാതി കൊടുക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ ഇവരോട് ഒരു റിക്വസ്റ്റ് കൂടെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കറിയില്ല അതിന്റെ പ്രായോഗികത, സാറടക്കമുള്ളവർ ചിന്തിക്കട്ടെ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് പറയും. ഈ പരാതി കൊടുക്കുന്നവനും ആരോപിതനും നുണ പരിശോധന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പോളിഗ്രാഫ് പോലെ, ലൈ ഡിറ്റക്ടർ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിബിൾ ആണോ? സാധാരണ ബുദ്ധി എന്ന് പറയുന്നതാണ്, നിയമത്തിന്റെ ഇതിൽ നിന്നല്ല. കാര്യം അങ്ങനെ ആവുമ്പോൾ പല ആൾക്കാരും പരാതി കൊടുക്കാൻ, വ്യാജ പരാതി കൊടുക്കാനൊന്നും മടിക്കും. അതായത് രാഹുൽ ഈശ്വറിനെതിരെ പറയാം, എനിക്കെതിരെ നാളെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണം. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പൊ സാർ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? ലൈ ഡിറ്റക്ടർ ടെസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ഒന്ന്, ഇത് ശാസ്ത്രീയമല്ല. നാർക്കോ അനാലിസിസും ലൈ ഡിറ്റക്ടറും വിദേശ രാജ്യങ്ങളിൽ ശാസ്ത്രീയമല്ല. നല്ല ഒരു പഠിച്ച ക്രിമിനലിന് അതിനെയൊക്കെ അതിജീവിക്കാമെന്നുള്ളത് പ്രൂവ്ഡാണ്. 2, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഭരണഘടനയിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ് നോ മാൻ ഷാൽ ബി കമ്പൽ ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അത് കാരണം അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തതാണ് സുപ്രീം കോടതി. അതുകൊണ്ട് ഇനി അത് റീഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞതിന്റെ താല്പര്യം വേറൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. നാളെ എനിക്കെതിരെ ഒരു പരാതി വന്നാലുമേ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കെതിരെ വന്നാലും ജയിലിൽ കിടക്കേണ്ടി വരും. വേറൊന്നും കൊണ്ടല്ല, ഒരാഴ്ച കഴിഞ്ഞ് തെളിവാക്കാം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ റേപ്പിസ്റ്റ് എന്ന മുദ്ര കുത്തൂലേ? ഇപ്പൊ ഇന്ന് മുകേഷ് ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ മുകേഷിന്റെ എക്സാമ്പിൾ പറയായിരുന്നു. മുകേഷ് പോക്സോ കേസിൽ ഇന്നും അതെ അതിജീവിത ആരാണ്? അല്ലല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞല്ല. അതിജീവിത യഥാർത്ഥ അങ്ങനെ സാർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എന്റെ റിക്വസ്റ്റ് എന്താ അറിയോ? യഥാർത്ഥ അതിജീവിതകളെ വിളിക്കണം. ഇന്നത്തെ സുപ്രീം കോടതി വിധി അതാണ്. യഥാർത്ഥ പരാതിക്കാർ, അതായത് യഥാർത്ഥ പരാതിക്കാർക്ക് കൂടി ഇത് ദോഷം ചെയ്യുന്നു എന്ന് ഇന്നലെ
ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അടക്കമുള്ളവരുടെ ബെഞ്ച് സൂചിപ്പിക്കുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നാളെ ഏത് പരാതിക്കാരി വന്നാലും ഒരേ സംശയത്തിന്റെ ദൃഷ്ടി നോക്കും. ഇപ്പൊ ഞാൻ സിമ്പിളായി ചോദിക്കാം, നാളെ രാഹുൽ ഈശ്വറിനെതിരെ എന്ന് പറയാം, രാഹുൽ ഈശ്വറിനെതിരെ ഒരു 4ാമത്തെ പരാതി വന്നുകൊണ്ടിരിക്കട്ടെ, ഇതേപോലെ വിവാഹ വാഗ്ദാനം ലഭിച്ചു, ചിലപ്പോൾ അത് ശരിയായിരിക്കാതിരിക്കട്ടെ, എനിക്കെതിരെ ഒരു പരാതി ശരിയാതിരിക്കട്ടെ, നാളെ സാധാരണക്കാർ വിശ്വസിക്കൂ. എന്തുകൊണ്ടാണ്? ആദ്യത്തെ പരാതിക്കാരി ഓൾറെഡി മാരീഡ് ആണ്, അവള് ഇതെല്ലാം എന്ന് പറഞ്ഞു. 3ാമത്തെ പരാതിക്കാരി ആ കുട്ടി അങ്ങനെയെന്ന് പറഞ്ഞു, ആദ്യത്തെ പരാതിക്കാരി ആ കുട്ടിയെന്ന് പറഞ്ഞു. അവരെല്ലാം ബഹുമാനമാണ്. കാര്യം ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ പീഡിപ്പിച്ചൊരുത്തന് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഗോട്ട് മിൽക്ക് മേടിച്ചു കൊടുക്കുകയും ഷാമ്പു മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി, പീഡിപ്പിച്ചവന്റെ കൂടെ ഫ്ളാറ്റ് മേടിക്കാവുന്നതും മറ്റും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ആദ്യ പീഡനപരായ തന്നെ മുഖത്ത് തുപ്പി ഇടിച്ചു എന്നൊക്കെയാണ്. ഈ വ്യക്തിയോടൊപ്പം ആരെങ്കിലും ഫ്ളാറ്റ്, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എന്ത് വലിയ കള്ളത്തരമാണ് നടക്കുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുകയല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം അനുകൂലിക്കുന്നതിന് രാഹുൽ ഈശ്വറിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ്. അതുകൊണ്ടാണ് പോലീസിനെ അടക്കം സ്വാധീനിച്ച് ഈ ശരിയല്ലാത്ത പരാതിക്കാർ ഞങ്ങളെ അടക്കം കൊടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം, ഇന്ന് ഫെനി നൈനാനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു. ഇന്ന് രാവിലെ ഒരു വാർത്ത, രാഹുൽ ഗാന്ധിക്ക് പോലീസ് സ്റ്റേഷൻ വല്ലതും ഉണ്ടോ? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി കൊടുത്തു, ഞങ്ങളെ ആക്രമിക്കും. എന്തൊരു കഷ്ടമാണ്.